Hi students, welcome to IGNOU Solutions. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആഡ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അസൈൻമെൻറ്റിൻ്റെ കണ്ടൻറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റിൻ്റെ ഹെഡിങ് എഴുതണം. ഹെഡിങ് എഴുതിയതിന് ശേഷം ആ സബ്ജക്റ്റിൻ്റെ കോഡാണ് എഴുതേണ്ടത്. എന്നിട്ട് സബ്ജക്റ്റിൻ്റെ നെയിം, ആ ഒരു കോഴ്സിൻ്റെ പേരെന്താണ്, ആ ഒരു സബ്ജക്റ്റിൻ്റെ പേരെന്താണെന്ന് എഴുതാം. അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതേണ്ടവർക്ക് എഴുതണം എന്ന് കമ്പൽസറി ആണെന്ന് ഗൈഡ് ലൈൻസിൽ പറയുന്നില്ല. കാര്യം നമ്മൾ ഇതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അറ്റാച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതാൻ നിർബന്ധമില്ല, ക്വസ്റ്റ്യൻ എഴുതേണ്ട കാര്യം നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാം, അത് ഓപ്ഷണലാണ്. എഴുതാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് മാർക്ക് കുറയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നമ്മൾ 4 ഭാഗത്തും ഇതുപോലെ മാർജിൻ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് പേപ്പർ, നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എത്ര പേജ് എഴുതണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 22 പേജ് മുതൽ ഒരു 50-60 പേജ് വരെ എഴുതാം. പക്ഷേ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റ് അനുസരിച്ചിട്ടാണ് മാർക്ക്. അല്ലാതെ നമ്മൾ കുറേ പേപ്പർ എഴുതിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒത്തിരി മാർക്ക് സ്കോർ ചെയ്യാനോ അതേപോലെ കുറച്ച് എഴുതിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് മാർക്ക് ഒത്തിരി കുറയോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമ്മളൊരു 22 പേജ് മുതൽ ഒരു 50 പേജ് വരെ നമുക്ക് എഴുതാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇവാലുവേഷൻ ഷീറ്റ്, എല്ലാ സ്റ്റഡി സെൻറ്ററിലും ഇവാലുവേഷൻ ഷീറ്റ് അറ്റാച്ച് ചെയ്യേണ്ടതായിട്ട് അവർ പറയുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ചില സ്റ്റഡി സെൻറ്റേഴ്സ് വേണ്ടാന്ന് പറയുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സിലും ഇവാലുവേഷൻ ഷീറ്റ് വേണമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവാലുവേഷൻ ഷീറ്റ് വെക്കുക. ഇതിപ്പോൾ PSMO കോളേജിൻ്റെ ഇവാലുവേഷൻ ഷീറ്റാണ്. അതാകുമ്പോൾ അവിടെ PSMO കോളേജ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോരോ സ്റ്റഡി സെൻറ്റേഴ്സിനും അങ്ങനെ ഓരോരോ ഇവാലുവേഷൻ ഷീറ്റ് ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ഇഗ്നോൻ്റെ സൈറ്റിലുള്ള ഇവാലുവേഷൻ ഷീറ്റ് തന്നെ എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡും അതേപോലെ തന്നെ സ്റ്റഡി സെൻറ്ററിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമുക്ക് ഉണ്ടാവുക. പിന്നെ നമ്മൾ ID കാർഡും കൂടെ കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ടോട്ടൽ നമ്മുടെ അസൈൻമെൻറ്റ് വെക്കേണ്ടത്. പിന്നെ നമ്മൾ ബൈൻഡ് ചെയ്യരുത് കേട്ടോ, ബൈൻഡ് ചെയ്യരുത്, നൂല് വെച്ചിട്ട് കെട്ടാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെലിവർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ട ഷീറ്റ്, നമ്മൾ എടുക്കേണ്ടത് പേപ്പർ ഡെലിവർ ചെയ്യുന്ന കവർ, പേപ്പർ ഡെലിവർ ചെയ്യുന്ന കവർ അങ്ങനെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ നമുക്ക് പ്രൊജക്റ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ട് ചോദിച്ചാൽ പ്രൊജക്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്റ്റ് പാക്ക് ചെയ്യുന്ന കവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. ഒരു ചാക്കൊക്കെ പോലെയുള്ള അത്യാവശ്യം കട്ടിയുള്ള രീതിയിലുള്ള ഒരു പേപ്പർ കവറല്ല, ഒരു കവർ നമുക്ക് തരും. അതിൽ നമുക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും കൊടുത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ പോസ്റ്റൽ വഴി അയക്കാം, അല്ലെങ്കിൽ DTDC ഒക്കെ വഴി അയക്കാം. നേരിട്ട് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു ഫോം തരും. ആ ഫോമിൽ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണോ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സബ്ജക്റ്റും പിന്നെ അത് അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ സിഗ്നേച്ചർ അവിടുത്തെ ഇഗ്നോയുടെ അവിടെ നിൽക്കുന്ന ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചർ നമുക്ക് സിഗ്നേച്ചറും കാര്യങ്ങളും സീലൊക്കെ ഇട്ട് തരും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്.